ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ. ഈ ഭൂമിയിൽ ഈശോ വന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ഈ പിതാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയാണ് അവൻ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഒരിക്കൽ പോലും അവൻ അവൻ്റെ ഇഷ്ടത്തിനു വേണ്ടി പ്രവർത്തിക്കും. മറിച്ച് അവൻ ചെയ്ത ഓരോ പ്രവൃത്തിയും തൻ്റെ പിതാവ് അവനെ ഏൽപ്പിച്ചത് പൂർത്തിയാക്കുവാൻ വേണ്ടിയായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് ഈശോയുടെ ഈ ഒരു ഗുണം തന്നെയാണ്. നമ്മൾ നിറവേറ്റേണ്ടത് ആരുടെ ഹിതമാണ്? എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് എനിക്ക് സാധിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതൊക്കെ എന്താ? എനിക്കിഷ്ടമുള്ളതാ അല്ലേ? ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, അതിൻ്റെ പിന്നാലെ ഞാൻ പോവുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എത്ര ത്യാഗം വേണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കാറുണ്ടല്ലേ? എല്ലാം എൻ്റെ ഇഷ്ടത്തെ ആഗ്രഹിച്ച. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നീ നിറവേറ്റേണ്ടത്, നീ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല. കാരണം നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാ. ദൈവം ദാനമായിട്ട് നൽകിയ ഈ ലോക ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കുറേ ഏറെ പ്രവൃത്തികളുണ്ട്. പക്ഷേ അത് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ദൈവം ദാനമായിട്ട് നൽകിയതായതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അവൻ്റെ ഹിതമനുസരിച്ച് ഈ ഭൂമിയെ ഞാൻ ജീവിച്ചാൽ ഒരു ഉറപ്പുള്ള കാര്യമുണ്ട്. എന്താ? അവൻ എന്നെ നോക്കിക്കൊള്ളും. ഞാൻ നിറവേറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എങ്കിൽ വേറെ ആരെയും ഞാൻ പേടിക്കേണ്ട. എൻ്റെ ഇഷ്ടങ്ങളുടെയും എൻ്റെ ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഞാൻ പോയി കഴിഞ്ഞാൽ ഓരോ പോരായ്മ ഉണ്ടാകുമ്പോൾ കൂടെ ദൈവം കാണത്തില്ല കേട്ടോ. മറിച്ച് ഞാൻ നിറവേറ്റുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം ഉണ്ടാവും. ഏത് വലിയ പ്രതിസന്ധികളിലും അവൻ എന്നെ കൈ പിടിച്ചു നടത്തും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഞാൻ എപ്പോഴും നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്നുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചെയ്യുന്നത് ആരുടെ ഇഷ്ടമാണ്? നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഈ ലോക ആഗ്രഹങ്ങൾക്കും പിന്നാലെ ഓടുന്ന വ്യക്തിയല്ലേ ഞാൻ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട്, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനായിട്ട്, അവൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരുന്നു കൊണ്ട് അവനെ കേൾക്കുവാനായിട്ട്, അവൻ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ഈ ഭൂമിയിലെ ജീവിതയാത്ര പൂർത്തിയാക്കി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.